എൻ്റെ ടീം ഇങ്ങനെയാണ്. ഷൈസാദ ഫർഹാൻ, പാകിസ്ഥാൻ്റെ ഷൈസാദ ഫർഹാൻ വിൽ ഓപ്പൺ വിത്ത് ഇന്ത്യസ് സഞ്ജു സാംസൺ. നമ്പർ 3 ജേക്കബ് ബത്തൽ ഓർ ഹെറ്റ്മേർ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. എൻ്റെ ചോയ്സ് ജേക്കബ് ബത്തലാണ്, പക്ഷേ ഹെറ്റ്മേറും തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആണ്. നമ്പർ 4 ഡെവോൾ ബ്രവിസ്. നമ്പർ 5 ഹർദിക് പാണ്ഡ്യ. ഹർദിക് പാണ്ഡ്യ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഓൾറൗണ്ടറിൻ്റെ ആവശ്യമുണ്ട്. മറ്റ് ടീമുകളിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയെ പോലെ പെർഫോം ചെയ്തൊരു ഓൾറൗണ്ടറിനെ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് ശിവൻ ദുബെ എന്തായാലും ഏതൊരു 11 ഇട്ടാലും ശിവൻ ദുബെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത്ര അടിപൊളി ഫിനിഷറാണ്. ആൻഡ് വിൽ ജാക്സ്, ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഈ വേൾഡ് കപ്പിൽ. ആൻഡ് മാർക്കോ യാൻസൺ ഫ്രോം സൗത്ത് ആഫ്രിക്ക. ആൻഡ് ഉസ്മാൻ താരിഖ്, സ്പിന്നറായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഉസ്മാൻ താരിഖിനാണ്. കാര്യം പാകിസ്ഥാൻകാരനാണ്, അവർ തോറ്റു. പക്ഷേ ഉസ്മാൻ താരിഖ് നല്ല രീതിയിൽ ഭീതിപ്പെടുത്തിയിരുന്നു. ഇന്ത്യക്കെതിരെ വളരെ ശ്രദ്ധിച്ചാണ് ഇന്ത്യ ഉസ്മാൻ താരിഖിനെതിരെ ബാറ്റ് ചെയ്തത്. ഒരു കളിയിൽ മാത്രം, ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ മാത്രമാണ് ഉസ്മാൻ താരിഖിന് അത്യാവശ്യം അടി കൊണ്ടത്. ഇല്ലാതെ ബാക്കി എല്ലാ ടീമുകളും നല്ല രീതിയിൽ പേടിച്ച് തന്നെയാണ് ഉസ്മാൻ താരിഖിനെ കളിപ്പിച്ചത്. അത് കഴിഞ്ഞാൽ ലുങ്കി എങ്കടി ആൻഡ് ജസ്പ്രീത് ബുംറ. ഇതാണ് എൻ്റെ ഒരു പ്ലേയിങ് 11. നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച 11 പേരടങ്ങുന്ന ഒരു ടീമിനെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.